നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്ത ആളല്ല റവാഡ ചന്ദ്രശേഖരനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പോലീസ് മേധാവിയായി വരാൻ പറ്റിയ ഒരാളാണ് റവാഡിയെന്നും ഗോവിന്ദൻ. വീടിനു മുകളിൽ വീണ മരം മുറിച്ചു നീക്കാതെ ഉടമയും അധികൃതരും. ദമ്പതികൾ പാനൂർ നഗരസഭാ ഓഫീസിനു മുന്നിൽ ഉപവാസമിരിക്കും. കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ മന്ത്രി MV രാജേഷ് നിർവഹിക്കും. വാർത്തകൾ വിശദമായി. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്ത ആളല്ല റവാഡ ചന്ദ്രശേഖരെന്നും പിന്നീട് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടയാളാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പോലീസ് മേധാവിയായി വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണ് സർക്കാർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. കേരള പോലീസ് DGPയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിനെക്കുറിച്ച് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ആ സംഭവത്തിൽ എല്ലാവർക്കും അറിയാം. അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയായിരുന്നു. ഹക്കീം ബത്തേരിയും TT ആൻ്റണിയും അവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. റവാഡ ചന്ദ്രശേഖരന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം IPS ട്രെയിനിങ് കഴിഞ്ഞ് എലിശ്ശേരി ജോയിൻ ചെയ്തത്. 2ാമത്തെ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് കാര്യമായ പരിചയമോ പ്രദേശത്തെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതെ അദ്ദേഹം ഈ സംഭവം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നതാണ്. അവിടെ MV ജയരാജൻ ഉൾപ്പെടെയുള്ള അന്നത്തെ യുവജന നേതാക്കന്മാരോട് സംസാരിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന് പറയുകയും അവരെല്ലാം മാറി നിൽക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഈ വ്യൂഹം ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2 ആളുകൾ ചേർന്ന്, 2 ആളെന്ന് പറയുമ്പോൾ ഒന്ന് ഹക്കീം ബത്തേരി തന്നെയാണ് അതിന് മുമ്പേ എടുത്ത് എല്ലാ അർത്ഥത്തിലും ലാത്തി ചാർജും വെടിവെപ്പ് ഉൾപ്പെടെ നടന്നതെന്നാണ് കോടതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ നിന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒഴിവാക്കുക ചെയ്ത കോടതി. കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. പോലീസ് മേധാവിയായി വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണ് സർക്കാർ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. CPMന് ഇതിന്റെ ഭാഗമായി വേറെയൊന്നും പറയാനില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. കേസിൽ വന്നതുകൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുമോ? കേസിന്റെ ഭാഗമായി വന്നു, പിന്നീട് കോടതി അത് പരിശോധിച്ചു. അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നതിൽ കാര്യമില്ലെന്ന് കോടതി കണ്ടെത്തി. ഇതോടെ ഒഴിവാക്കുകയാണ് ഉണ്ടായതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. ആരോപണമായി ഉന്നയിക്കുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നാണ്. സംഭവത്തിന് 2 ദിവസം മുൻപാണ് IPS പരിശീലനം കഴിഞ്ഞ് റവാഡ തലശ്ശേരിയിൽ ജോലിക്ക് കയറുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ കാര്യമായ പരിചയമോ പ്രദേശത്തെക്കുറിച്ചുള്ള അറിവോ ഇല്ലായിരുന്നു. സംഭവം നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണമെന്ന് പറയുകയും അവർ അങ്ങനെ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോഴാണ് മന്ത്രിയുടെ വ്യൂഹം വന്നതും സംഘർഷത്തിലേക്ക് കടന്നതെന്നും ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും വീടിനു മുകളിൽ വീണ മരം മുറിച്ചു മാറ്റാൻ അധികൃതരും മരം ഉടമയും തയ്യാറാക്കാത്തതിനാൽ ബുദ്ധിമുട്ടിലായി ഒരു കുടുംബം. പാനൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി റോഡിൽ ജിയോ ടവറിന്റെയും കാമ്പുറത്ത് കുളത്തിന്റെയും സമീപത്തെ കാമ്പുറത്ത് അനുശ്രീ വീടിനു മുകളിലാണ് ജൂൺ 25-ന് മരം വീണത്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നാണ് വീട്ടുകാരുടെ ആരോപണം. നഗരസഭ 39-ാം വാർഡിൽ തെക്കേപ്പാനൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി റോഡിൽ ജിയോ ടവറിന്റെയും കാമ്പുറത്ത് കുളത്തിന്റെയും സമീപത്തെ കാമ്പുറത്ത് അനുശ്രീ വീടിന് മുകളിലാണ് ജൂൺ 25-ന് വൈകിട്ട് 4:30 മരം വീണത്. കാമ്പുറത്ത് അനുശ്രീ വീട്ടിൽ N അനീഷ് കുമാറിന്റെയും K സുരേഖയുടെയും വീടിന് മുകളിൽ തൊട്ടടുത്ത കുഞ്ഞിമഠത്തിൽ രാധയുടെയും രവീന്ദ്രന്റെയും പറമ്പിൽ നിന്നുള്ള മരമാണ് മുറിഞ്ഞു വീണത്. മരം മുറിഞ്ഞു വീണ് ഇത്രയും ദിവസമായിട്ടും മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വൻ കുറുക്കൂട്ടി മരം നെടുകെ പിളർന്ന് അനീഷ് കുമാറിന്റെ വീടിന് മുകളിൽ വീഴുകയായിരുന്നു. ഓടുകൾ, സൺഷെയ്ഡ്, ഷീറ്റ് എന്നിവ തകർന്നു.
കുഞ്ഞിമഠത്തിൽ രാധയുടെയും രവീന്ദ്രന്റെയും വീട്ടുപറമ്പിലെ തെങ്ങ്, മാവ്, പ്ലാവ്, കുറുക്കൂട്ടി പടുമരം എന്നിവ അനീഷ് കുമാറിന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ഇലകളും കൊമ്പുകളും വീട്ടുമുറ്റത്ത് വീണിട്ട് വീട്ടുകാർ നേരത്തെ പ്രയാസം അനുഭവിച്ചു വരികയായിരുന്നു. തൊട്ടടുത്ത കാമ്പുറത്ത് ചന്ദ്രചൂഡൻ നമ്പ്യാർ, കാമ്പുറത്ത് വിജയൻ എന്നിവരുടെ വീടിനും ഈ മരങ്ങൾ ഭീഷണിയായി നിൽക്കുന്നുണ്ട്. 2019 മുതൽ അനീഷ് കുമാറും സുരേഖയും നഗരസഭ, വില്ലേജ് ഓഫീസ്, സബ് കളക്ടർ, തഹസിൽദാർ, ജില്ലാ കളക്ടർ, വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. മരം മുറിച്ചു നീക്കാൻ വേണ്ടി നേരത്തെ ഉത്തരവുണ്ടായിരുന്നു. മരം മുറിച്ചു നീക്കാൻ ആവശ്യമായ നടപടികൾ നഗരസഭ അധികൃതർ കൈക്കൊള്ളുന്നില്ല. വകുപ്പ് മന്ത്രി പങ്കെടുത്ത തലശ്ശേരിയിൽ നടന്ന അദാലത്തിൽ പരാതി നൽകിയപ്പോൾ മരം എത്രയും വേഗം മുറിച്ചു നീക്കാൻ ഉത്തരവിട്ടതായിരുന്നു. 2023 തലശ്ശേരിയിൽ നടന്ന മന്ത്രി രാധാകൃഷ്ണൻ പങ്കെടുത്ത കരുതലും കൈത്താങ്ങും അദാലത്തിൽ മരം മുറിച്ചു നീക്കാൻ ഉത്തരവിട്ടിരുന്നു. പക്ഷേ ആ ഉത്തരവും നടപ്പിലായില്ല. 2025 അനീഷ് കുമാർ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല. മരം ഉടമകളായ രാധയും രവീന്ദ്രനും പൊതുമരാമത്ത് വകുപ്പ്, പഞ്ചായത്ത് വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വിരമിച്ചവരാണ്. സർക്കാർ ജീവനക്കാരായിരുന്നിട്ടും അവർ നിയമം അനുസരിക്കാത്തതിൽ അനീഷ് കുമാറിന് പരാതിയുണ്ട്. ജീവനും വീടിനും സ്ഥലത്തിനും ഭീഷണിയായി വളരുന്ന വൻമരങ്ങൾ മുറിച്ചുമാറ്റാൻ അനീഷ് കുമാർ ഇനി ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മരം വീണതിനെ തുടർന്ന് വീട്ടിലേക്കുള്ള വഴിയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മരം മുറിച്ചു നീക്കാത്തതിനാൽ ഇഴജന്തുക്കളും മറ്റും വീട്ടിനകത്തേക്ക് കയറാനും സാധ്യതയേറെയാണ്. മരം മുറിച്ചു നീക്കാത്തതിൽ പ്രതിഷേധിച്ച് അനീഷ് കുമാറും കുടുംബവും നഗരസഭാ ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VK സുരേഷ് ബാബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ ജില്ലാ പഞ്ചായത്തിൽ വെച്ച് 2 പ്രോഗ്രാമുകൾ നടക്കുന്നു. 2 കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. അതിലൊന്ന് പുതിയൊരു സംരംഭമാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. 2050 നെറ്റ് സീറോ എമിഷൻ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് അവരുടെ മൂവ്മെൻറ്റ്, തൊഴിലിനും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുമായ അവരുടെ മൂവ്മെൻറ്റ് ചെലവില്ലാതെ നടത്തുന്നതിനും സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിനും യാത്രാ ചെലവ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് റൂറൽ ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹകരിച്ചുകൊണ്ട് നെറ്റ് സീറോ എമിഷൻ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാരുമായി യോജിച്ചുകൊണ്ട് 71 CDSൽപ്പെട്ട 350 കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുകയാണ് നാളെ ഇവിടെ വെച്ച്. സൈക്കിൾ 3000 രൂപ ഗുണഭോക്താവിനോട് വാങ്ങുകയും ബാക്കി 6,450 രൂപ സംസ്ഥാന സർക്കാരും ബാക്കി 33,000 വിലയുള്ള സൈക്കിളിൻ്റെ ബാക്കി കേന്ദ്ര റൂറൽ ഡെവലപ്മെൻറ്റ് വകുപ്പുമാണ് ഇതിന് ചെലവഴിക്കുന്നത്. പരിപാടിയിൽ രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയാകും. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്സിന്റെ നെറ്റ് സീറോ എമിഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുമായി സംയോജിച്ച് 2050 കാർബൺ ന്യൂട്രൽ കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ നൽകുന്നത്. കുടുംബശ്രീ അംഗങ്ങളായ വനിതകളുടെ കാര്യശേഷി, സംരംഭകത്വ വികസനം, യാത്രാ ചെലവ് കുറയ്ക്കൽ, മറ്റു വരുമാന വർധനവ് എന്നിവയും പദ്ധതി ലക്ഷ്യമിടുന്നു. കണ്ണൂർ ജില്ലയിലെ 71 ഗ്രാമീണ CDSകളിലെ 350 വനിതകൾക്കാണ് സൈക്കിളുകൾ നൽകുന്നത്. കാർബൺ ന്യൂട്രൽ കേരളം പദ്ധതിയുടെ ആദ്യഘട്ടമായി കണ്ണൂർ, പാലക്കാട് ജില്ലകളിലാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിളുകൾ നൽകുന്നത്. കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ കണ്ണൂർ കുടുംബശ്രീ മിഷനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനാവും. 180 കുടുംബശ്രീ കലാകാരികളെ ചടങ്ങിൽ ആദരിക്കും. കൂടാതെ മികച്ച ബഡ്സ് സ്കൂളിനുള്ള പുരസ്കാരം നേടിയ മട്ടന്നൂർ പഴശ്ശിരാജ ബഡ്സ് സ്കൂൾ, കുടുംബശ്രീ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച CDS, ADS അയൽക്കൂട്ടം എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ജിബിൻ സക്കറിയ, K നൈൽ, K നിതിഷ എന്നിവരും പങ്കെടുത്തു.
അധിനിവേശ ജീവജാലങ്ങൾ ആവാസ വ്യവസ്ഥയിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ കർമ്മ പരിപാടികളുമായി ഹരിത കേരളം മിഷനും ജൈവ വൈവിധ്യ ബോർഡും പദ്ധതിയുടെ ഭാഗമായി മൊകേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. അധിനിവേശ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വ്യാപനം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മൊകേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ, ജൈവ വൈവിധ്യ ബോർഡ്, ആകാശവാണി കണ്ണൂർ എന്നിവയുടെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ ബ്ലോക്ക് തലങ്ങളിലും ഇത്തരം സെമിനാർ സംഘടിപ്പിക്കും. അപകടകാരികളായ അധിനിവേശ സസ്യങ്ങളെയും ജീവികളെയും പരിചയപ്പെടുത്തുന്ന ചെറു വീഡിയോകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കും. അവയുടെ നിയന്ത്രണ രീതികളും വീഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കും. ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാന മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുത്ത വിഷയം അധിനിവേശ സസ്യങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ അധിനിവേശ സസ്യങ്ങളിൽ മാത്രം ഒതുങ്ങണ്ട, അധിനിവേശ ജീവജാലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയണം. അധിനിവേശ ജീവജാലങ്ങൾ, അത് സസ്യങ്ങളായാലും ജന്തുക്കളായാലും. കാരണം സസ്യങ്ങൾ അധിനിവേശമാകുമ്പോൾ നമ്മളെ ബാധിക്കുന്നത് നമുക്ക് അത്ര പെട്ടെന്ന് ബോധ്യപ്പെടാറില്ല. ആ ബോധ്യപ്പെടായ്മ കാരണമാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ അവസ്ഥ എന്താണെന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. ആ അവസ്ഥ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അവസ്ഥയാണ്. ഇപ്പൊ ദുരന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജന്തുക്കളുടെ കാര്യത്തിലും അത് നേരിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ, അസുഖങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ, കൃഷിയെ നശിപ്പിക്കുന്ന ജീവികളായിട്ട് നമ്മളെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രകടമായി നമുക്ക് അധിനിവേശ സസ്യത്തെ, ജന്തുക്കളെ നമുക്ക് ബോധ്യപ്പെടാനാവുന്നു എന്നുള്ളതാണ്. അപ്പൊ രണ്ടും നമ്മുടെ ശ്രദ്ധയിൽ വേണം. അത് ജന്തുജാലങ്ങൾ കരയിലും വേണം, നദികളിലും കടലിലും ഉൾപ്പെടെയുള്ള അധിനിവേശ ജന്തുജാലങ്ങൾ, ഇവയെ നമ്മൾ ശ്രദ്ധിക്കണം. മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വാത്സൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ വി സി ബാലകൃഷ്ണൻ, സസ്യഗവേഷകൻ ഡോക്ടർ പി ദിലീപ്, മഹാരാജാസ് കോളേജ് എറണാകുളം ഗവേഷണ വിദ്യാർത്ഥി ശ്രിബിൻ കടൂർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അധിനിവേശ സസ്യങ്ങളുടെ പ്രദർശനവും മൊകേരി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങിൽ ഹരിത കേരള ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ സുഹദ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ, ആകാശവാണി കണ്ണൂർ നിലയത്തിലെ നിഖിൽ, മൊകേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി റഫീഖ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷൈനി, അനിൽ വള്ളിയായി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജയപ്രസാദ് മാസ്റ്റർ, കൃഷി ഓഫീസർ സുനിൽകുമാർ കൊയ്ലി എന്നിവരും സെമിനാറിൽ സംസാരിച്ചു. ഹരിത കേരള ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ടി എം സജിത് കുമാർ നന്ദിയും പറഞ്ഞു. അധിനിവേശ സസ്യങ്ങളുടെ പ്രദർശനവും മൊകേരി പഞ്ചായത്ത് തയ്യാറാക്കിയ ഗവേഷണ സംബന്ധിയായ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ പ്രദർശനവും നടന്നു. ജില്ലയുടെ വ്യത്യസ്ത പഞ്ചായത്തുകളിൽ നിന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ട ജൈവ വൈവിധ്യ സമിതി അംഗങ്ങൾ, തൊഴിലുറപ്പ് മേറ്റുമാർ, മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ, KKB മെമ്മോറിയൽ, പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി, ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി, ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി, കതിരൂർ ഹയർ സെക്കൻഡറി, ചുണ്ടങ്ങാപ്പയിൽ ഹയർ സെക്കൻഡറി, പാട്യം ഹയർ സെക്കൻഡറി എന്നീ സ്കൂളുകളിലെ സയൻസ് വിദ്യാർത്ഥികൾ, ഗവേഷക, കർഷക പ്രതിനിധികൾ എന്നിവരാണ് സെമിനാറിൽ പങ്കെടുത്തത്. മുൻ പുതുച്ചേരി ആഭ്യന്തരമന്ത്രിയും മയ്യഴിയുടെ കലാസാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായ മുൻ മന്ത്രി ഇ വത്സരാജിന്റെ വസതിയിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ സ്നേഹസംഗമം നടത്തി. മാഹിയിലെ മാധ്യമപ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു. മുൻ പുതുച്ചേരി ആഭ്യന്തരമന്ത്രിയും മയ്യഴിയുടെ കലാസാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായ മുൻ മന്ത്രി ഇ വത്സരാജിന്റെ വസതിയിലാണ് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ സ്നേഹസംഗമം നടത്തിയത്. വത്സരാജിന്റെ ആത്മകഥാ പുസ്തകമായ എന്റെ മയ്യഴി എന്ന പുസ്തകം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷുവിന് നൽകി സ്നേഹസംഗമം ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവചരിത്ര സംബന്ധിച്ച ബുക്ക് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മാഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ചെറിയ കൂട്ടായ്മ എന്ന നിലയിൽ വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഇന്ന് അതിൻ്റെ വിതരണം നടത്തിയിട്ടുള്ളത്. അത് പത്രപ്രവർത്തകരായ എല്ലാവരും വായിക്കണമെന്നൊരു നിഷ്കർഷ എനിക്കുള്ളത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച
അത് അനുകൂലമായാലും പ്രതികൂലമായാലും അഭിപ്രായമായാലും മൂന്നും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ ഒരു അവസരം ഉണ്ടാക്കിത്തരണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാഹി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ വി ഹരീന്ദ്രൻ ഷാൾ അണിയിച്ചു. മാഹിയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും അദ്ദേഹം പുസ്തകം സ്നേഹസമ്മാനമായി നൽകി. മനേക്കരയിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കസ്തൂർബ ജനശ്രീയും ജവഹർ ബാൽമഞ്ചും സംയുക്തമായാണ് ആദരായനം ഒരുക്കിയത്. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും LSS, USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുമാണ് ആദരായനം ഒരുക്കിയത്. മനേക്കര കസ്തൂർബ ജനശ്രീയുടെയും ജവഹർ ബാൽമഞ്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന ചടങ്ങ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം VC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലിയ ഒരു അംഗീകാരത്തിന് ഇവരൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഇതാക്കണം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള SSLC എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് 7ാം ക്ലാസ് പാസ്സായാല് മാഷന്മാരെ ജോലി വരെ കിട്ടുന്നത് അല്ലേ? അങ്ങനെയല്ലേ? 8ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പോലീസിലെല്ലാം കിട്ടും. 8ാം ക്ലാസ് കഴിഞ്ഞാൽ മാഷന്മാരാവാം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സാകാന്ന് പറഞ്ഞാൽ വലിയ ഇതായി. പിന്നെ നോക്കണം, നല്ലൊരു ഇത് സെറ്റപ്പായി. ഇപ്പം SSLC കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അടുത്തേക്ക് നിൽക്കൂല. ഇപ്പം +2 നല്ല രീതിയിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് അതിന്റെ SSLC അതിന്റെ ഒരു ബേസ് മാത്രമാണ്. അപ്പൊ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം, ഇനിയത്തെ SSLC പാസ്സായ കുട്ടികൾക്കുള്ള ഉത്തരവാദിത്വം ഇനി വരാൻ പോകുന്നതായിരുന്നു. അപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾ ഹയർ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെല്ലാം വളരെ എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ രീതിയിൽ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതകളാണ്. നമുക്കൊക്കെ അറിയാം ഇന്നത്തെ വിലക്കയറ്റവും കാര്യം. കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം KP പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പന്നിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഭാർഗവൻ മാസ്റ്റർ, വിനോദൻ മനത്താനത്ത് എന്നിവർ സംസാരിച്ചു. മാളവിക S രാജീവ്, അലോന R സുജേഷ്, നിഹാൽ വിനോദ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. K ചന്ദ്രബാബു സ്വാഗതവും പ്രദീപൻ മഠത്തിൽ നന്ദിയും പറഞ്ഞു. പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും ഇന്ത്യാന TMH കാർഡിയാക് സെന്ററും സംയുക്തമായി പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ സൗജന്യ കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പ് നടത്തി. പാനൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് KK സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും ഇന്ത്യാന TMH കാർഡിയാക് സെന്ററും സംയുക്തമായാണ് പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ സൗജന്യ കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാനൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് KK സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടായിരിക്കാം ഇതിവിടെ സംഘടിപ്പിച്ചത്. കാർഡിയോളജി ഇന്ത്യാന കാർഡിയോളജി സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടുകാർ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തീർത്തും സൗജന്യമായി ഈ പരിശോധനയിൽ നമുക്ക് രോഗനിർണയം നടത്തുകയും ആവശ്യമുള്ള തുടർ ചികിത്സ ഒക്കെ ലഭ്യമാക്കാൻ ഈ ഒരു ക്യാമ്പ് ഉപകരിക്കും. അതോടൊപ്പം ഇവിടെ ഇദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഇതിവിടെ തീരുന്ന ഒരു പ്രക്രിയയല്ല. വരും മാസങ്ങളിൽ വീണ്ടും ന്യൂറോളജിയും യൂറോളജിയും ഉൾപ്പെടെയുള്ള അതീവ പ്രാധാന്യമുള്ള മേഖലയിൽ കൂടി പരിശോധന സംഘടിപ്പിക്കുമെന്ന് ഇവിടെ ഇദ്ദേഹം പ്രഖ്യാപിക്കേണ്ടത്. തീർച്ചയായും ഈ ആതുര സേവന രംഗത്ത് ഒരു ലാഭേച്ഛയില്ലാതെ, ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നല്ലവരായ നമ്മുടെ നാട്ടുകാർക്ക്, സാധാരണക്കാരായ നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകരിക്കും എന്ന് ഒന്നുകൂടെ സന്തോഷത്തോടെ ഇതിന്റെ സംഘാടകരെ അറിയിക്കുക. PP ഹമീദ് അധ്യക്ഷനായി. അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാർഡിയോളജി ക്യാമ്പ് ഇനി വരും ഓരോ 2 ആഴ്ച മുമ്പ്, 1 മാസത്തിലോ ഞങ്ങളെ മുന്നിലുള്ള പ്ലാന് ഒരു ന്യൂറോളജി ക്യാമ്പ്, ഒരു യൂറോളജി ക്യാമ്പ്, അതുപോലെ തന്നെ ഒരു ഗ്യാസ്ട്രോ, ഇത്തരം ക്യാമ്പുകൾ കൂടി ഇത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാനുള്ള പ്ലാനുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണം ഈ പ്രസ്ഥാനമായിട്ടുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാനേജർ ശ്രാവൺ രാജ് സ്വാഗതം പറഞ്ഞു. NA കരീം, യാക്കൂബ് എലാങ്കോട്, T മഹറൂഫ്, സമീർ പറമ്പത്ത്, ഹമീദ് പറ്റേരി, ഉമ്മർ കൊമ്പൻ, ഡോക്ടർ മുന്തസിറ, അഭിജിത്ത്, K അലി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ T കാർത്തികേയൻ ക്യാമ്പിന് നേതൃത്വം നൽകി.
SSF ചെണ്ടയാട് സെക്ടർ സാഹിത്യോത്സവ് ചെണ്ടയാട് നാമത്ത് പള്ളിയിൽ നടന്നു. പ്രമുഖ സാഹിത്യകാരൻ മുകുന്ദൻ പുലരി ഉദ്ഘാടനം ചെയ്തു. SSF ചെണ്ടയാട് സെക്ടർ സാഹിത്യോത്സവ് ചെണ്ടയാട് നാമത്ത് പള്ളിയിൽ നടന്നു. പ്രമുഖ സാഹിത്യകാരൻ മുകുന്ദൻ പുലരി ഉദ്ഘാടനം ചെയ്തു. ആ സാഹിത്യത്തിന്റെ ലോകത്തിലേക്ക് കുട്ടികൾ എത്തിക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കാര്യം നല്ലൊരു കർമ്മമാണ്. എത്ര പൈസ ചെലവാക്കിയാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൈവം പോലും നമുക്ക് അനുകൂലമായിരിക്കും. മോശം കാര്യം ചെയ്യുമ്പോൾ ദൈവം പോലും നമുക്ക് കുറ്റകരമായി ദൈവം നമ്മളെ ശിക്ഷിക്കുക എന്നാ പറയാം. അപ്പോ പ്രിയപ്പെട്ട എന്റെ മക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ ഈ പരിപാടി വളരെ മനോഹരമാക്കി ഇവിടെ ഇത്ര എത്രയോ ദിവസത്തെ പാടുപെട്ടിട്ടാണ് ഈ സാഹിത്യോത്സവത്തിൽ നിങ്ങൾ ഇനി ഇതിന് മേലോട്ട് നിങ്ങൾക്ക് പോകാനുള്ള അവസരമുണ്ട്. നമ്മളെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മത്സരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കഴിവുകൾ എല്ലാവർക്കും ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കിട്ടൂല, പക്ഷേ എല്ലാവരുടെയും മൂല്യമായതാണ് എന്ന് മനസ്സിലാക്കണം. SMA ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസത്തെ സാഹിത്യോത്സവത്തിന് തുടക്കം കുറിച്ചത്. ലുക്മാനുൽ ഹക്കിം ഹാൾനി പ്രഭാഷണം നടത്തി. ആ വിഷയത്തെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ നിരന്തരം ഇവിടെ സംവാദാത്മകമായിട്ടും പാടിയും പറഞ്ഞും ഇവിടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ആസ്വാദനാത്മകമായിട്ടുള്ള ഒരു കലയുടെ ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ കുറച്ച് പാടുക, പ്രസംഗിക്കുക എന്നതിന് ഒരു ശ്രോതാക്കൾക്ക് ശ്രവണമാധുര്യം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹിക ദൗത്യം സാഹിത്യോത്സവം നിർവഹിക്കുന്നുണ്ട്. ഒരു സാമൂഹിക ദൗത്യം സാഹിത്യോത്സവം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദൗത്യം എന്ന് പറയുന്നത് കാലഘട്ടത്തിന് അനിവാര്യമായ, കാലഘട്ടം ആവശ്യപ്പെടുന്ന പ്രമേയങ്ങളെ, സംവാദങ്ങളെ, വിഷയങ്ങളെ സമൂഹവുമായിട്ട് സംവദിക്കുക എന്നുള്ളതാണ്. 7 യൂണിറ്റുകളിൽ നിന്നായി 7 വേദികളിൽ 200ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കേരള മുസ്ലിം ജമാഅത്ത് പാനൂർ സോൺ സെക്രട്ടറി ഇബ്രാഹിം സാദി പ്രാർത്ഥന നിർവഹിച്ചു. SSF ചെണ്ടയാട് സെക്ടർ ഫിനാൻസ് സെക്രട്ടറി നിസാമുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷനായി. SSF കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷെരീഫ് എലാങ്കോട് സന്ദേശ പ്രഭാഷണം നടത്തി. ഇസ്മായിൽ മാസ്റ്റർ, മുനീർ മാസ്റ്റർ, ഷമ്മാസ് മുസ്ലിയാർ, നംസാദ് N, മുഹമ്മദ് KP, ഇക്ബാൽ മാസ്റ്റർ, P റാഷിദ്, T മുത്തലിബ് എന്നിവർ പങ്കെടുത്തു. SSF ചെണ്ടയാട് സെക്ടർ ജനറൽ സെക്രട്ടറി KV സഹദ് സ്വാഗതവും മുഹമ്മദ് നന്ദിയും പറഞ്ഞു. വിവിധ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ന്യൂമാഹി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AC ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. SDPI കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AC ജലാലുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വോട്ടുകൾ നേടാമെന്നുള്ളതിലേക്ക് മാറി. അത് താഴെത്തട്ടിലേക്ക് അടക്കം വ്യാപകമായ രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന രീതിയിലേക്കാണ് ഉത്തരവാദിത്തപ്പെട്ട ഈ മതേതര ബോധമുള്ള പാർട്ടികൾ ഉൾപ്പെടെ പോകുന്നത്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഞാൻ പറയാം, ഈ ജംബോ പറഞ്ഞ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ ഡാൻസുകളെക്കാളും നല്ലത് ഇവിടെ സൂചിപ്പിച്ച ഈ റോഡുകളിൽ കൂടി സ്കൂളിലേക്ക് പോകുമ്പോൾ നടന്നു വരാൻ തീരുമാനിച്ചാൽ തന്നെ ആ ഡാൻസുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കുട്ടികൾക്കുള്ള വ്യായാമം കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പറഞ്ഞ പോരായ്മകളൊക്കെ തിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ന്യൂമാഹി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ SDPIയുടെ ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാർച്ചും സമരത്തിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK ജബീർ അധ്യക്ഷത വഹിച്ചു. SDPI തലശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PC ഷാബിൽ, ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PP അൻസാർ, ജോയിന്റ് സെക്രട്ടറി PV ഹനീഫ എന്നിവർ സംസാരിച്ചു. മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആത്മാ കണ്ണൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയും കർഷക സഭയും KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വിശക്കം നിൽക്കുന്ന സമയത്ത് ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഒരു ഇത്തിരി മണ്ണുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് കുഴിച്ചു വെക്കുക. വലിയ പാടൊന്നുമില്ല, നമുക്ക് കുറച്ച് പണിയെടുത്താൽ മതി. അത് ഫലം തരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആഹ്ലാദം ചെറുതല്ല.
പച്ചക്കറി നന്നായി. നെല്ലിൻ്റെ കാര്യത്തിൽ മാത്രം മത്സരിക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. എന്നാലും ഇനിയുള്ള നെൽപ്പാടങ്ങൾ നികത്താതെ നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത്യാവശ്യം ചോറുണ്ടേണ്ട നല്ല അരിയും ഈ പെയിൻറ്റ് പൂശാത്ത അരി നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയധികം ആളുകൾ ഇവിടെ ഒന്നിച്ചു കൂടിയതിലുള്ള വലിയ സന്തോഷം പങ്കിട്ടുകൊണ്ട് തെറ്റിനെയെല്ലാം എതിർത്തുകൊണ്ട് ശരിയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാർഷിക സംസ്കൃതി നിലനിർത്താം. പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഷീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശിവ്യ, സെക്രട്ടറി ഇൻചാർജ് ലതീഷ് ബാബു, കൃഷി ഓഫീസർ സൗമ്യ, അംഗങ്ങളായ K അശോകൻ, CK ശ്രീജ, K യശോദ, C മിനി, റോജ, പ്രീത, പ്രേമലത, സന്തോഷ് കുമാർ, K വിജേഷ്, T മഹേഷ്, സിനു തുടങ്ങിയവർ സംസാരിച്ചു. 2015 കർഷകർ കർഷക സഭയിൽ പങ്കെടുത്തു. 75-ൽ പരം പഴവർഗ്ഗ തൈകൾ, മറ്റു നടീൽ വസ്തുക്കൾ, കർഷകർ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച നടീൽ വസ്തുക്കൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. കർഷകർക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങളും സർവീസിംഗും സൗജന്യ കാർഷിക ഉപകരണങ്ങൾ വാങ്ങാനുള്ള രജിസ്ട്രേഷനും നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. ടു നോ മോർ, കോൺടാക്ട് us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും
ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കോടിയേരി മാറ്റുലി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വേൾഡ് കരാത്തെ ഫെഡറേഷൻ കോച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട സെൻസായി വിനോദ് കുമാറിനെ ആദരിച്ചു. നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോടിയേരി മാറ്റുലി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വേൾഡ് കരാത്തെ ഫെഡറേഷൻ കോച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട സെൻസായി വിനോദ് കുമാറിനെ ആദരിച്ചു. നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രാമത്തിൽ ജനിച്ചിട്ടൊരു രാജ്യത്തിൻ്റെ അധിപനാകുക പോലെ സൗഭാഗ്യമാണ്. പ്രത്യേകിച്ച് ആയോധന കല ആ ഒരു രംഗത്ത് തൻ്റെ കഴിവുപയോഗിച്ച് ഉന്നതമായ ഈ വഴി പഠിച്ചിട്ടുള്ള സഹോദരൻ വലിയ നാടകക്കാരനെന്ന നിലയിൽ എല്ലാവിധ ആശംസകളും കാലത്ത് സുഖമായി വിദേശത്തുള്ള യാത്രകളൊക്കെ അവസാനിച്ചത് മാറ്റൊലിയിലെ കുട്ടികൾക്ക് മാറ്റത്തിൻ്റെ ചോറൊന്നിച്ചു കൊടുക്കാൻ അതിലൂടി ഈ ജീവിതം ഉപയോഗിക്കണമെന്ന് ആദരവോടെ സാംസ്കാരിക വേദി സെക്രട്ടറി ജിജീഷ് മഠത്തിൽ, പ്രസിഡന്റ് UM ലിനോജ്, കൗൺസിലർമാരായ KV വിജേഷ്, MM ഷീബ, P മനോഹരൻ, ക്ലബ് അംഗങ്ങളായ KP തിലകൻ, TP രാജൻ, KP റീജ, തേജസ്, സാരംഗ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള വിജേഷ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ഏതെങ്കിലും ഒരു വീട്ടിലെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അത് മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി അവരുടെ പ്രശ്നങ്ങളിൽ ചെന്നെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു സന്നദ്ധ സംഘടനകളെ പോലെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മാതൃകാപരമാണ്. അതിന് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെ അവർക്കൊരു വിഷയമല്ല. അവർ ആ രീതിയിലല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവർക്ക് എൻ്റെ പ്രത്യേക നന്ദി കടപ്പാട് നൽകി. നമ്മളെല്ലാ പ്രവർത്തനങ്ങൾക്കും അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മറ്റ് കാര്യം നോക്കിയിട്ടല്ല, എല്ലാ പ്രവർത്തനത്തിനകത്തും നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും എന്താണ് വിദേശ വേണ്ടത്, അവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ
എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്തുമ്പോൾ അത് നമുക്കൊരു വലിയൊരു ഉദ്ഘാടനത്തിലാക്കി നമുക്ക് നാട് അറിയിക്കണ്ടേ എന്നുള്ള നിലയിലേക്കുള്ള നമുക്കൊരു ഇൻസ്പിറേഷനാണ് മൂപ്പരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്കുണ്ട്. അതൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരാളാണ് നമ്മുടെ വിനോദ് സാറ്. അപ്പോൾ സാറിന് ഇങ്ങനൊരു അനുമോദനം നമ്മുടെ ക്ലബ്ബ് എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഇതിയായ സന്തോഷമുണ്ട്. അറിയാം, ഏകദേശം 40 വർഷത്തിലധികമായി ഈ രംഗത്ത് സേവനമനുഷ്ഠിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വിനോദ് കുമാർ. അന്ന് മുതലേ എനിക്ക് വിനോദ് കുമാറെ പരിചയമുണ്ട്. ഏതായാലും ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ വിനോദ് കുമാർ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും ലോകത്തിലെ തന്നെ മാതൃകയാവാൻ സാധിച്ച ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടുകാരനായതിൽ നല്ല അഭിമാനമുണ്ട്. ആശംസകൾ അറിയിക്കുകയാണ്. കടേപ്പുറം തെരു രാജീവ് ഗാന്ധി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും കുടുംബസംഗമവും നടത്തി. KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ആ അവസരങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും വക്കീലാകാൻ കഴിയില്ല, ഡോക്ടർമാകാൻ കഴിയില്ല, എഞ്ചിനീയർ ആകാൻ കഴിയില്ല, ശാസ്ത്രജ്ഞരാകാൻ കഴിയില്ല, ഒരു IT വിദഗ്ധരാകാൻ കഴിയില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായ മേഖലകളിൽ ഉയർന്നു പോകാൻ കഴിയുന്ന ആളുകൾ. PSC പരീക്ഷയെ മാത്രം മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ പോയാലും അവിടങ്ങളിൽ നിങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ മനുഷ്യത്വമുള്ളവരായി മാറണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കാരണം മനുഷ്യന്റെ പ്രയാസം മനസ്സിലാക്കാതെ, മനുഷ്യനെ കുറിച്ചറിയാതെ, നമ്മളെ ഈ രീതിയിൽ വളർത്തിയെടുക്കുന്ന അച്ഛനെയും അമ്മയെയും കുറിച്ച് പഠിക്കാതെ, നമ്മളെ സഹായിക്കുന്ന സഹോദരന്മാരെ കുറിച്ച് ഉൾക്കൊള്ളാതെ, നമ്മുടെ സഹജീവികളെ കുറിച്ച്, അയൽവക്കക്കാരെ കുറിച്ചും നാടിനെ കുറിച്ചും അറിയാതെ. ഡോക്ടർ മധുസൂദനൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. മുമ്പേ ആ വെബ്സൈറ്റിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പൽ ആരാണ്, അവിടെ എന്തൊക്കെ കോഴ്സുകളുണ്ട്, അവിടുത്തെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫൈൽ എല്ലാത്തിലുണ്ടാവും. മുമ്പ് പഠിച്ച കുട്ടികളുടെ PTA ഇവർ ഇന്നും വെബ്സൈറ്റിൽ മുഴുവൻ കാര്യങ്ങൾ കൊടുത്ത് നിർബന്ധമാണ്. വായനശാല പ്രസിഡന്റ് C പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ, സെക്രട്ടറി VV രാജേഷ് എന്നിവർ സംസാരിച്ചു. OK വിജേഷ് സ്വാഗതവും ജയ്സ്വന നന്ദിയും പറഞ്ഞു. അടുത്ത കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കതിരൂർ മണ്ഡലം പുതിയ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പൊന്നം LP സ്കൂളിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജേന്ദ്രൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കതിരൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനവും അനുമോദന സദസ്സും പൊന്നം LP സ്കൂളിലാണ് നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്ത് മൊത്തത്തിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഇതുപോലുള്ള വരവേൽപ്പുകളും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും ഓരോ മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുക. KSSBയെ സംബന്ധിച്ച് പറഞ്ഞാൽ പെൻഷൻകാരുടെ ഏക ആശ, അതുപോലെ ഇനി അങ്ങോട്ടുള്ള അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ, അതിനൊക്കെ ഏക ആശ്രയം KSSBയെ ആണെന്ന് ഇതിനൊക്കെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. 2025 പുതിയ അംഗങ്ങളെ വരവേറ്റു. TK സുരേന്ദ്രൻ അധ്യക്ഷനായി. MV മോഹൻദാസ്, PV ബാലകൃഷ്ണൻ, K പ്രഭാകരൻ, KK നാരായണൻ, M സോമനാഥൻ, KK രവീന്ദ്രൻ, K രാമചന്ദ്രൻ, PV വത്സലൻ, KM പവിത്രൻ, PV നാണിക്കുട്ടി, CP അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയവർക്കുള്ള എൻഡോമെന്റ് വിതരണവും K കൃഷ്ണൻ നിർവഹിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ K തന്മയാദാസ്, +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഋതുനന്ദ രജിത് എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്.
കാർഷിക മേഖലയിൽ ചുവടുറപ്പിച്ച് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക നഴ്സറി ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ച് തയ്യാറാക്കിയ ചെണ്ടുമല്ലി തൈകളുടെ വിതരണോദ്ഘാടനം നടന്നു. ബാങ്കിംഗ് മേഖലയ്ക്കൊപ്പം തന്നെ കാർഷിക മേഖലയിലും ചുവടുറപ്പിച്ച് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക നഴ്സറി ആരംഭിക്കുന്നതിന് തുടക്കം കുറിച്ച് കാവുങ്കരയിലത്തെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള വിവിധയിനം ചെണ്ടുമല്ലി തൈകൾ വിതരണ ഉദ്ഘാടനം നടന്നു. വേങ്ങാട് ഫാം മുൻ മേധാവി UN മീര ബിനീഷ് B പിണറായിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇത് വളരെ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അതേപോലെ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റിയ ഒരു സംരംഭം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ 70-75 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ബാങ്കിൻ്റെ നഴ്സറിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ 21ാമത്തെ ദിവസമാണ് ഇന്ന് തൈയിട്ടത്. അപ്പം വളരെ നല്ല രീതിയിൽ ഇപ്പോൾ തൈകൾ ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പാകമാണ്. ഈ ഒരു സമയത്ത് നട്ടാൽ നമുക്ക് എനിക്ക് തോന്നുന്നു അർത്ഥത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൂവിടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നല്ല സൂര്യപ്രകാശവും അതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ, ഇതൊക്കെ ആണ് ഇതിന് പ്രാഥമികമായിട്ട് വേണ്ടത്. അപ്പം നമ്മുടെ കാലാവസ്ഥയും മറ്റ് സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും അവിടെ ഉള്ളതിനേക്കാളും അത്രയില്ലെങ്കിലും ഒരു ചെറിയ ഒരു പകുതിയെങ്കിലും നമുക്ക് പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നത് ഓറഞ്ച് അതേപോലെ മഞ്ഞ കളറുള്ള ഹൈബ്രിഡ് രീതിയിലുള്ള തൈകളാണ്. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P സുരേഷ് ബാബു, ഡയറക്ടർ K സുരേഷ്, കാർഷിക ഗ്രൂപ്പ് കൺവീനർ വിജയൻ, M രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു. തൈ 1-ന് 5 രൂപ നിരക്കിൽ ബാങ്ക് പരിസരത്ത് ചെണ്ടുമല്ലി തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ സമ്മേളനം തലശ്ശേരിയിൽ നടന്നു. ഹോളിഡേ പാർക്ക് ഹാളിൽ എഴുത്തുകാരൻ പ്രൊഫസർ AP സുബൈർ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖലാ സമ്മേളനം തലശ്ശേരി ഹോളിഡേ പാർക്ക് ഹാളിലാണ് നടന്നത്. എഴുത്തുകാരൻ പ്രൊഫസർ AP സുബൈർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക ടെക്നോളജി, ഈ ടെക്നോളജി യുഗത്തിൽ സ്വയം സമ്പൂർണ്ണമാക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ആ വെല്ലുവിളി നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത് പഴയ മെത്തേഡുകൾ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ട്. ഈ പുതിയ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ, പുതിയ രീതികൾ, പുതിയ ഡിസൈനുകൾ ഇവയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഈ ചാലഞ്ചിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് നിലനിൽപ്പ് ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടത്. മേഖലാ പ്രസിഡന്റ് സജീവൻ രാജ് അധ്യക്ഷനായി. സെക്രട്ടറി KM ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വിനയരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രസ്സുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാം സാധ്യമായത് നമ്മുടെ ഒരു കൂട്ടായ്മ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായി കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും അക്കാലത്ത് ആ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചു. ഞാൻ പറഞ്ഞ എല്ലാ എതിർപ്പുകളും അതിജീവിച്ചു. ആ രീതിയിൽ മെമ്പറായാലും മെമ്പർ ആവുന്നവരാവട്ടെ ആവാത്തവർ പോകട്ടെ, എന്നാലും നമ്മൾ പിന്നീട് അവരെയും നമ്മൾ മെമ്പറാക്കിയിട്ടുണ്ട്. പിന്നീട് അവരുടെ പ്രശ്നങ്ങളിൽ പോലും വ്യക്തിപരമായി പോലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഒരു ബാങ്കിന്റെ ജപ്തി വന്നപ്പോൾ പ്രസ്സുകാരനെ അന്ന് സഹായിക്കാൻ എൻ്റെ രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ ഞാൻ അവിടെ നടത്തി. ജില്ലാ പ്രസിഡന്റ് KE ഷാദുലി ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. പ്രിന്റിംഗ് മേഖലയിൽ 4 പതിറ്റാണ്ട് പൂർത്തീകരിച്ച അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു.
ജി പ്രദീപ്, PV പുരുഷോത്തമൻ, CKP റയീസ്, PP സുനിൽ, MP പ്രദീപൻ, രാജേഷ്, സുഗുണൻ എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന അംഗം TM രാമചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തലശ്ശേരി മേഖലാ സമ്മേളനം സിന്ദാബാദ്. തലശ്ശേരി മേഖലാ സമ്മേളനം സിന്ദാബാദ്. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. PP സലാലിനെ പ്രസിഡന്റായും K മഹേഷിനെ സെക്രട്ടറിയായും ഷെരീഫിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ഉല്ലാസ് ബാബു, മിലൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ജോയിന്റ് സെക്രട്ടറിമാരായി KP സൂരജ്, പ്രകാശൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. തലശ്ശേരി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ആദരിച്ചു. തലശ്ശേരി പാർക്കോ റെസിഡൻസിയിലാണ് ആദരം ചടങ്ങ് ഒരുക്കിയത്. NR മായൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ ആദരിച്ചത്. തലശ്ശേരി പാർക്കോ റെസിഡൻസി ഹാളിലാണ് ആദരം ചടങ്ങ് ഒരുക്കിയത്. NR മായൻ ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിൽ മുസ്ലിം കുട്ടികൾ വളർന്നു വരുന്നു എന്നതാണ്. അത് എല്ലാ കുട്ടികളും വരുന്നുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറി നിന്ന വിദ്യാർത്ഥിനികൾ നന്നായി പഠിച്ചു വളർന്നു വലിയ തലങ്ങളിൽ ഉദ്യോഗം വഹിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അവർ നിറസാന്നിധ്യമായി മാറുന്നു എന്നതാണ് ഈ സമുദായത്തിന് അടുത്ത കാലത്തായി ലഭിച്ച വലിയ നേട്ടം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരാളായി മാറുമ്പോൾ അവർക്ക് സാംസ്കാരിക തലത്തിലും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റമുണ്ടാവും. ഒരു നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അത്തരമൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ തന്നെയാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ്. മറ്റു സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ്. ക്ഷമയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമായി ഇത് മാറും എന്നതാണ്. അങ്ങനെയുള്ള ഒരു മാറ്റമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. പ്രത്യേകിച്ച് വിവേകത്തോടുകൂടി ജീവിക്കേണ്ട ഒരു കാലം, വികാരമല്ല, ആ വിവേകത്തോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അതിന് അടിസ്ഥാന ശരിയായി മാറുന്നത് വിദ്യാഭ്യാസം എന്നുള്ള കാര്യമാണ്. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് CA മഹമ്മൂദ്, TM സവാൻകുട്ടി, ജസ്റ്റിസ് C ഖാലിദ് എന്നിവരുടെ നാമധേയത്തിലുള്ള എക്സലൻസി അവാർഡുകൾ സമ്മാനിച്ചു. UAE യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടനിലെ പ്രൊഫസർ ഡോക്ടർ TP ഇംതിയാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ടൂളുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. പൊതുവെ എനിക്ക് എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കുടുംബത്തിലോ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഞാൻ കൊടുക്കുന്നൊരു ഉപദേശം, മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം. ഇംഗ്ലീഷ് പുസ്തകത്തിലാണ് നിങ്ങൾ വായിക്കേണ്ടത്. പിന്നെ കണക്കും നന്നായി പഠിക്കണം. എന്ന് വെച്ചാൽ പല സംഭവങ്ങളും മാത്സ് അറിയില്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ പുസ്തകങ്ങളൊന്നും വായിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയാറ് കമ്പ്യൂട്ടർ നന്നായിട്ട് പഠിക്കണം. കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഇപ്പോൾ ഒരു ഡോക്ടർ ആവട്ടെ, വക്കീലാവട്ടെ, ഒരു കച്ചവടക്കാരനാവട്ടെ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഈ കാലത്ത് പല കാര്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും മൊബൈലിലെ ഒരു കമ്പ്യൂട്ടറാണ്. ഒരുമാതിരി എല്ലാവർക്കും അതൊക്കെ ഉപയോഗിക്കാൻ അറിയാം. ഡോക്ടർ TP മുഹമ്മദ് അധ്യക്ഷനായി. ചടങ്ങിൽ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് T ആസിഫ് അലി, പ്രൊഫസർ AP സുബൈർ, ഷാഹിദ് ചെന്നൈ എന്നിവർ പ്രസംഗിച്ചു. 34 പ്രതിഭകളായ വിദ്യാർത്ഥികൾക്ക് എക്സലൻസി അവാർഡുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് TP സാജിദ്, CKP റയീസ്, COT ഫസൽ, TP ഹാഷിം, AP റഹീം, സുഹൈഫ് എന്നിവർ നേതൃത്വം നൽകി. KP മുഹമ്മദ് റഫീഖ് സ്വാഗതവും AK ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. മോഹസിൻ മുനവർ ഖിറാത്ത് നടത്തി. കർഷക സംഘം പള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൂകൃഷിക്ക് തുടക്കമായി. കർഷക സംഘം തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുഷ്പകൃഷി ആരംഭിച്ചു. കർഷക സംഘം തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. KK സദാനന്ദൻ അധ്യക്ഷനായി. വടക്കൻ ജനാർദ്ദനൻ, CT വിജേഷ്, KP രമേശൻ, PK ദിലീപ്, P അജിത് കുമാർ, PV ശരത്, KK ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പള്ളൂർ പുതുക്കുടി പറമ്പിലാണ് പൂകൃഷി ആരംഭിച്ചിരിക്കുന്നത്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ അധ്യക്ഷം വഹിക്കാൻ കർഷക പള്ളൂർ വില്ലേജ് പ്രസിഡന്റ്. ഒരിടവേള കൂടി.
PK In-Store, Chokli, Mahi. The biggest showroom and experience center in South India for tiles and sanitary ware. Has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. വടക്കുംപാട് KP ആൻഡി മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിലാണ് പരിപാടി നടന്നത്. വടക്കുംപാട് KP ആൻഡി മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ +2, SSLC, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. വലിയ മാർക്കൊക്കെ നേടി. ആ മാർക്ക് നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ അളവാണ്. എന്നാൽ അതിലൂടെ നിങ്ങൾക്ക് വലിയ അറിവ് ലഭിക്കുന്നുണ്ട്, പക്ഷേ തിരിച്ചറിവ് ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് വലിയ വിവരം ഉണ്ടാവുന്നുണ്ട്, പക്ഷേ വിവേകം ഉണ്ടാവണില്ല. അതാണ് നിങ്ങളെ പഠിപ്പും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ 2 മക്കളും ഭാര്യയും കൂടി ഇരുന്ന് ഞാൻ പറഞ്ഞു, ഞാനൊരു കഥ വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ അത് കേൾക്കണം. എന്നിട്ട് ഞാൻ സന്തോഷ് ചെച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥ വായിച്ചു. നിങ്ങൾ ആരെങ്കിലും ആ കഥ വായിച്ചവരുണ്ടോ? ഒന്ന് കൈവക്കേ. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക K. വത്സല, CK ഷക്കീൽ, A. ശശിധരൻ, M. വത്സൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ വിവിധ യൂണിറ്റുകളിലെ വ്യാപാരികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു.
ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. വ്യാപാരികളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും സ്നേഹോപഹാരവും സർട്ടിഫിക്കറ്റും നൽകിയാണ് ആദരിച്ചത്. ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഓരോ കാലഘട്ടത്തിലും അവതരിപ്പിക്കപ്പെടുന്നു. പഴയ കാലം മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ കഴിയാത്ത അത്രയേറെ പ്രയാസങ്ങൾ ഒരു ഭാഗത്ത് നടന്നു നിൽക്കുന്നുണ്ട്. ട്യൂഷനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും നമ്മുടെ സാമ്പത്തിക പ്രയാസം കൊണ്ട് ഉദ്യോഗ തലത്തിലുള്ള ആളുകൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ അവരെയെല്ലാം പിന്നിലാക്കുന്ന വിജയങ്ങളാണ് നമ്മുടെ മക്കൾക്ക് നേടാൻ വേണ്ടി. തലശ്ശേരി മേഖലാ പ്രസിഡന്റ് CC വർഗീസ് അധ്യക്ഷനായി. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CK രാജൻ ജില്ലാ ക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള ധനസഹായം വിതരണം ചെയ്തു. BSc മൈക്രോബയോളജിയിൽ ഉയർന്ന റാങ്ക് നേടിയ ഖദീജ ഇഷ സുലൈമാനെയും ചടങ്ങിൽ ആദരിച്ചു. PP ചിന്നൻ, PK നിസാർ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി AK സക്കറിയ സ്വാഗതവും വൈസ് പ്രസിഡന്റ് EA ഹാരിസ് നന്ദിയും പറഞ്ഞു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പാനൂർ മേഖല പൊതുയോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും പൂക്കോത്ത് സംഘടിപ്പിച്ചു. പ്രകടനവും നടന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പാനൂർ മേഖല പൊതുയോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമാണ് താഴെ പൂക്കോത്ത് നടന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അവർക്കൊക്കെ വേണ്ട രീതിയിൽ സഹായങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള പ്രവർത്തകർക്ക് സംഘടന മുഖാന്തരം കൃത്യമായ രീതിയിൽ സേവനങ്ങൾ ചെയ്തുകൊണ്ട് സംഘടന കണ്ണൂർ ജില്ലയിൽ പന്തലിച്ച് പടരുകയാണ്. ഇപ്പോൾ സംഘടനയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ സംഘടനയിൽ ചെയ്യുന്ന പ്രവർത്തകർക്ക് കൊടുക്കുവാൻ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട്. സ്നേഹസ്പർശം പദ്ധതി പോലെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി മുഖാന്തരം ജില്ലാ മുഖാന്തരം മേഖലയിലെ പ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കാൻ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ട്. പാനൂർ മേഖലാ പ്രസിഡന്റ് VP ഹുസൈൻ അധ്യക്ഷനായി. സെക്രട്ടറി നൌഫൽ അലി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ PK നസീർ മുഖ്യ പ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം CB ഷിജിൻ, ജില്ലാ സെക്രട്ടറി MB അനീഷ്, ട്രഷറർ VP ശ്രീനിഷ്, സംസ്ഥാന കൗൺസിലർ KK പ്രദീപൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KK മനോജ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിതിൻ ലാൽ, പാനൂർ മേഖല എക്സിക്യൂട്ടീവ് മെമ്പർ VP നാഫിൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K പവിത്രൻ, പാനൂർ മേഖല ട്രഷറർ GK ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് ചടങ്ങിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു. തിരിച്ചറിയൽ കാർഡുകളും വിതരണം ചെയ്തു. SSLC +2 LSS USS വിജയികൾക്കും മുതിർന്ന മേഖലാ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നങ്ങാരത്ത് പീടിക ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക സമിതിയുടെയും തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും നടത്തി. പരിപാടിയുടെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക സമിതിയുടെയും തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നങ്ങാരത്ത് പീടികയിലാണ് ക്യാമ്പ് നടന്നത്.
തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് തലശ്ശേരി കോൺട്രസ്റ്റ് നേത്ര സംരക്ഷണ ആശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയയും ചെയ്തു നൽകും. ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും B.Ed.ന് 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥിയെയും പ്രദേശത്തെ SSLC +2 ഉന്നത വിജയികളെയും അനുമോദിക്കുകയും ചെയ്തു. പാനൂരിനടുത്ത പാലത്തായി ജ്ഞാനോദയ ഗ്രന്ഥാലയം വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. രാജു കാട്ടുപുരം രചിച്ച ജീവിതം പോരാട്ടമാക്കിയ കൗമാര പ്രതിഭകൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയാണ് നടത്തിയത്. പാലത്തായി ജ്ഞാനോദയ ഗ്രന്ഥാലയം വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. വായനശാലയിലെ വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് സാഹിത്യം പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. ബാലസാഹിത്യകാരൻ വായനശാല പ്രസിഡന്റ് രാജു കാട്ടുപുരം എഴുതിയ ജീവിതം പോരാട്ടമാക്കിയ കൗമാര പ്രതിഭകൾ എന്ന പുസ്തകത്തിന്മേലാണ് ചർച്ച നടന്നത്. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. വായിച്ചെല്ലാം മറന്നുപോകും, ഒന്നും മറക്കപ്പെടുന്നില്ല. അതെല്ലാം നമ്മുടെ ബ്രെയിനിൽ തലച്ചോറിൽ ഫീഡ് ചെയ്ത് വെക്കുന്നു. ധാരാളം വായിക്കുക. വായിക്കുന്ന നേരം നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമായ ഘട്ടത്തിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ആശയ ഉൽപാദനം നടക്കുന്നുണ്ട്. ആശയ ഉൽപാദനം നടക്കുന്നത് നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ ആശയ ഉൽപാദനം നടത്താൻ വായിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അല്ലാത്ത ആളുകൾ എന്താകും? ഇരുട്ടത്തപ്പും. അയ്യോ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാനെന്ത് വേണം എന്ന് തോന്നിപ്പോകുന്ന ആളുകളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് അത്തരം ഘട്ടത്തിൽ, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു ആശയ സ്വരൂപണം നടത്താൻ ശേഷിയില്ലാത്ത ഒരാളാണ്. കരുത്തോടെ നേരിടാൻ സാധിക്കുന്നത് ആശയത്തിന്റെ പിൻബലത്തിലൂടെയാണ്. അതാണ് ശരീരത്തിന് ശക്തി ഉണ്ടായിട്ട് കാര്യം. ആശയങ്ങൾക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആശയം നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെടുന്ന രീതിയിലുള്ള വായനാ സംസ്കാരത്തിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ വായനാ സംസ്കാരം രൂപപ്പെട്ടു വരുമ്പോഴാണ് നമ്മളിൽ. അനിത ഹരിദാസ് അധ്യക്ഷയായി. ശ്രീജ പൊയ്യയിൽ സ്വാഗതം പറഞ്ഞു. CV സുകുമാര മാസ്റ്റർ മോഡറേറ്ററായി. ലജു മനോജ് വിഷയാവതരണം നടത്തി. മേധാനിൽ, ഫിദ ഫാത്തിമ, അനഘാദാസ്, ആൻസി, ആതിര ഹരിദാസ്, അവന്തിക അനീഷ്, ഉഷാ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നാദാപുരത്തിനടുത്ത പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കോൺവൊക്കേഷൻ സെറമണി നടന്നു. മൊകേരി ഗവൺമെന്റ് കോളേജ് റിട്ടയർ പ്രൊഫസർ ഡോക്ടർ AK യൂസഫ് ഉദ്ഘാടനം ചെയ്തു. The moment we have all been waiting for is here. Our honored guests are arriving. Let's make a warm welcome. പുളിയാവ് നാഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിരുദദാന സമ്മേളനം നടന്നു. മൊകേരി ഗവൺമെന്റ് കോളേജ് റിട്ടയർ പ്രൊഫസർ AK യൂസഫ് ബിരുദദാനം നിർവഹിച്ചു. You should grow into that life that lights the world as well as your life. Don't you remember the words of Tagore? Where the mind is without fear and the head is held high. We must build together such a world where we live a life of courage and dignity. Where do you go from here after this graduation? Here we have the graduates of arts, commerce and science. To the graduates in arts, I would like to say, you are the voices of reason, empathy and culture. Go into media, education, public service or advocacy. Wherever you go, whatever job you do go for, be the conscience of the society. To commerce graduates, I would like to say, you are aware of the systems in trade and commerce. Use them not just for profit, but for progress. You are capable of building sustainable ventures, transparent businesses, and inclusive economies. Science graduates should be the explorers of truth. Your work has to be universally truthful and innovative. Science imbued with soul can transform our future, especially at the time of artificial intelligence. We are living in the time of artificial intelligence. 2024-25 വർഷം ബിരുദം നേടിയ 106 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. We have a special arrangement since our esteemed HOD. I have this scheduling
നാഷണൽ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബഷീർ കോട്ട അധ്യക്ഷനായി. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ വയലോളി അബ്ദുള്ള, സെക്രട്ടറി മരുന്നോളി കുഞ്ഞബ്ദുള്ള, ഇംഗ്ലീഷ് വിഭാഗം മേധാവി രാമചന്ദ്രൻ, ചരിത്ര വിഭാഗം മേധാവി കുഞ്ഞിരാമൻ, അനുകുമാരി, ഡോക്ടർ MK മധുസൂദനൻ, ഡോക്ടർ ശ്രീന, കൊമേഴ്സ് വിഭാഗം തലവൻ മോഹനൻ എന്നിവർ പങ്കെടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അറോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മാഹി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അറോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മാഹി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് മാനേജ്മെന്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
കൂത്തുപറമ്പ് വെടിവെപ്പിൽ ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്ത ആളല്ല റവാഡ ചന്ദ്രശേഖരനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. പോലീസ് മേധാവിയായി വരാൻ പറ്റിയ ഒരാളാണ് റവാഡിയെന്നും ഗോവിന്ദൻ. വീടിനു മുകളിൽ വീണ മരം മുറിച്ചു നീക്കാതെ ഉടമയും അധികൃതരും ദമ്പതികൾ പാനൂർ നഗരസഭാ ഓഫീസിനു മുന്നിൽ ഉപവാസമിരിക്കും. കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ മന്ത്രി MB രാജേഷ് നിർവഹിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.